അസ്സലാമു അലൈക്കും. ഹായ്, നമസ്കാരം. റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൊച്ചു അടുക്കളയും അത് ഓർഗനൈസ് എങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതും കാണിച്ചു തരാം. അതോടൊപ്പം ചെറിയ കുറച്ച് ടിപ്സും. ഓക്കെ, നമ്മുടെ ചെറിയ കിച്ചണ് എൽ ഷേപ്പിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോറേജ് ക്യാബിനറ്റ് എങ്ങനെ നോക്കാം. അവിടെ ഞാൻ അത്ര അത്യാവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്, എക്സ്ട്രാ വന്നതും ഒക്കെ. അപ്പോൾ പിന്നീട് എടുക്കാം എന്നതിൽ വെച്ചിരിക്കുകയാണ്. ഇതിൽ ഞാൻ ഷൂ ബോക്സൊന്നും അങ്ങനെ കളയാറില്ല, ഇങ്ങനെ ഓരോന്നിനായിട്ട് യൂസ് ചെയ്യാണ്. പിന്നെ സെക്കൻഡ് വലുതാണ്. വലുത് മേലെ ഉള്ളതിൽ അത്ര വെയിറ്റ് ഇല്ലാത്ത പാത്രങ്ങളും ഗ്ലാസ്സൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അതിന് നേരെ അടിയിലുള്ളതിൽ കുക്കർ, കുറച്ച് വെയിറ്റുള്ള നമുക്ക് പാത്രങ്ങളൊക്കെ വെക്കാമല്ലോ, അതൊക്കെ അവിടെ വെച്ചിരിക്കുന്നു. പിന്നെ ഇങ്ങനെ ഈ കോർണറിലുള്ളതിൽ അവിടെ ഒത്തിരി സ്ഥലമുണ്ട്. അവിടെ നമ്മൾ വലിയ ബോക്സുകളും ഗ്രോസറി ഐറ്റംസൊക്കെ വെച്ചിരിക്കുന്ന അരിയും അങ്ങനത്തെയൊക്കെ, പിന്നെ വലിയ പാത്രങ്ങളും വെച്ചിട്ടുണ്ട്. അതിന് അടുത്തുള്ളതിൽ മേലെ ഭാഗത്ത് മിക്സി ജാറും താഴെ ഓയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. തൊട്ട് അടുത്തതിൽ മേലെ ഭാഗത്ത് നമ്മൾ കട്ട്ലറി ഐറ്റംസൊക്കെ വെച്ചിരിക്കുന്ന സ്പൂണ് അങ്ങനത്തൊക്കെ. പിന്നെ അതിന് കുറച്ചും കൂടി എക്സ്ട്രാ സ്പേസ് വെക്കാൻ ഒരു സ്ഥലമില്ലാത്ത പോലെ തോന്നിയപ്പോൾ ഇങ്ങനത്തെ ഒന്ന് മേടിച്ചിട്ടുണ്ട്. ഇതിലും നമുക്ക് വെക്കാവുന്നേ ഉള്ളല്ലോ, അപ്പോൾ അതും യൂസ് ചെയ്യണം. അതിൻ്റെ അടിയിലാണ് ഞാൻ ബൗളുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനും താഴെയുള്ള ഈ ഡ്രോയറിലാണ് പാത്രങ്ങൾ, അതുപോലെ കട്ടിംഗ് ബോർഡൊക്കെ വെച്ചിരിക്കുന്നത്. ഈ സൈഡിലുള്ളതിൽ ഓവൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മേലെയുള്ള സ്റ്റോറേജ് യൂണിറ്റിൽ മേലെ കുറച്ച് അത്ര അത്യാവശ്യമില്ലാത്തതും താഴെ എപ്പോഴും എടുക്കുന്ന ഗ്ലാസ്സുകളും പാത്രങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അടുത്തുള്ള മേലെയുള്ള വിളിപ്പിൽ നമ്മൾ കണ്ടില്ലേ, ഞാൻ പേപ്പർ പ്ലേറ്റുകളാണ് അവിടെ സെറ്റ് ചെയ്തിരുന്നത്. അതിൻ്റെ മേലെയാണ് ഓരോ സെറ്റായിട്ട് വെച്ചിരിക്കുകയാണ് മസാലകളും. പിന്നെ കുറച്ച് കേക്കിൽ യൂസ് ചെയ്യുന്ന ഐറ്റംസൊക്കെ അവിടെയാണ് വെച്ചിരിക്കുന്നത്. അതിന് താഴെയുള്ളതിൽ റെഡിമെയ്ഡ് കൂൾ ഡ്രിങ്ക്സിൻ്റെതും അതും അങ്ങനെ തന്നെ പേപ്പർ പ്ലേറ്റിലാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അടുത്ത് അച്ചാർ അങ്ങനത്തെയൊക്കെ, പിന്നെ കുറച്ച് സീസണിങ് ഐറ്റംസും വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെയാണ് മസാലപ്പൊടികളും എല്ലാ പൊടിയും വെച്ചിരിക്കുന്നത്. അതിൻ്റെ അടുത്തുള്ള ഇവിടെ നമ്മൾ സ്റ്റൗവിന് നേരെ മേലെയുള്ളതിൽ പെട്ടെന്ന് അത്യാവശ്യമുള്ള കാപ്പിപ്പൊടി, ചായപ്പൊടി, പഞ്ചസാര അങ്ങനത്തെയൊക്കെയും റൈറ്റ് സൈഡിൽ അത്ര അത്യാവശ്യമില്ലാത്ത എങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റിയതും വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് കാലിയാണ്. വാഷ് ബേസിൻ്റെ മേലെയും ഇത് താഴത്തെ ഭാഗത്ത് ഇങ്ങനെ നമ്മൾ സിലിണ്ടറൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇനി മേലെ ഏറ്റവും ടോപ്പിൽ കുറേ സ്പേസ് ഉണ്ട്. അതിൽ അത്ര ആവശ്യമില്ലാത്തതും പിന്നെ എടുക്കാമെന്ന് ഉള്ള ഒക്കെ ഓരോ ബോക്സുകളിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ ഫ്രിഡ്ജ് വരുന്നു, വാഷിംഗ് മെഷീൻ, ഡിഷ് വാഷർ ഒക്കെ ഓപ്പോസിറ്റ് സൈഡിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പലരും ചോദിച്ചിരുന്നു ഇവിടെ ഡിഷ് വാഷറും വാഷിംഗ് മെഷീനും ഒന്നിച്ച് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ചെയ്തതാണ് ഇങ്ങനെ ഒരു മിഡിലായിട്ട് ഒരു സ്ട്രോങ് വുഡൻ്റെ തന്നെയാണ് അത് പ്ലാറ്റ്ഫോം. അതിൻ്റെ മേലെയാണ് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത്, താഴെ ഡിഷ് വാഷറും. കണ്ടില്ലേ, നല്ല സ്ട്രോങ് ആണ്, ഒരു പ്രശ്നമില്ലാതെ അതവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പം കുറേ വർഷങ്ങളായല്ലോ, ഒരു പ്രശ്നവുമില്ല. ഇങ്ങനെ ആണ് നിങ്ങളുടെ അടുക്കളയെങ്കിൽ ഇതൊന്ന് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പലരും പല നിർദ്ദേശങ്ങളും തന്നിരുന്നു, പക്ഷേ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ തീരെ സ്ഥലമില്ലാത്തവർക്ക് ഇതൊന്ന് പരീക്ഷിക്കാം. ഇങ്ങനത്തെ വില കുറഞ്ഞ സ്റ്റാൻഡ്സ് കിട്ടും, അതിൽ നമുക്ക് പാത്രങ്ങളൊക്കെ വെക്കാം. ഞാനിത് പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം ഇവിടെ വെച്ചിട്ട് ഉണക്കുകയാണ്. വെയിലില്ലാത്തപ്പോഴൊക്കെ നമുക്കിത് യൂസ് ചെയ്യാമല്ലോ, ഇവിടെ വെക്കാം. ഉണങ്ങിയതിന് ശേഷം മാത്രം ഞാൻ ഡ്രോയറിലേക്ക് വെക്കാറുള്ളൂ, അല്ലെങ്കിൽ പൂപ്പിലടിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. നമ്മുടെ പഴയ പാത്രങ്ങൾ വെക്കുന്ന റാക്ക് വളരെ വലുതാണ്. അത് അപ്പോൾ ഞാൻ കണ്ടില്ലേ, ഷൂസൊക്കെ വെക്കാനാണ് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ആദ്യം ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ ഇങ്ങനെയായി. പിന്നെ അത്ര അത്യാവശ്യമില്ലാത്തതും പിന്നെ എടുക്കാൻ ചിലപ്പോൾ കളഞ്ഞെന്നും വരും. അങ്ങനത്തെയൊക്കെ പ്ലാസ്റ്റിക് ഐറ്റംസൊക്കെ ഞാൻ ഇങ്ങനത്തെ മൾട്ടി പർപ്പസ് ബോക്സുകൾ കിട്ടുമല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ, അതിലാക്കി മേലെ വാഷിംഗ് മെഷീൻ്റെ മേലെയാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ അതിൽ ഗ്രോസറി ഐറ്റംസൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. താഴെയില്ലേ ആ ഭാഗത്ത് ഞാനങ്ങനെ ബോക്സുകൾ കളയാറില്ല എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് പലതും ആക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. അതിലൊന്നാണ് നമുക്ക് വേണമെങ്കിൽ ഇത് ഒരു ചെറിയൊരു ഷെൽഫാക്കി കിച്ചൻ്റെ സൈഡിൽ വെക്കാവുന്ന തരത്തിലാക്കി എടുക്കാം. അല്ലെങ്കിൽ ഇതിൽ നമുക്ക് ഉള്ളി,
ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടല്ലോ അത് കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കേടാവും. അപ്പോൾ അത് സെപ്പറേറ്റ് ആക്കി വെക്കാനുള്ള ബോക്സ് ആക്കിയും യൂസ് ചെയ്യാം. ഇതിനിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ഭാഗത്ത് കട്ട് ചെയ്തിട്ട് 3 അറകളാക്കി മാറ്റാം. ഞാനിത് 2 അറകളാക്കാൻ വേണ്ടി മിഡിലൂടെ ഒരു കട്ട് ചെയ്യുകയാണ് കേട്ടോ. അതിനുശേഷം പിന്നെയും നമ്മൾ ആ ഡക്ക് ടൈപ്പ് ഒട്ടിക്കുകയാണ്. അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് കയറ്റി വെക്കണം, എന്നാലേ സെപ്പറേറ്റർ ആക്കി അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. കട്ടിയുള്ള ഒരു ബോർഡ് തന്നെ എടുക്കണം. എന്നിട്ട് ഒന്നും കൂടി അത് ഡക്ക് ടൈപ്പോ സെല്ലോ ടൈപ്പോ ഒട്ടിച്ചതിന് ശേഷം ഒന്നും കൂടി സ്ട്രോങ് ആക്കുക. അതിനുശേഷം നമുക്ക് ഈ സാധനങ്ങളൊക്കെ വെച്ചാൽ ബോട്ടിലൊക്കെ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങും ഉള്ളിയും വെക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. പലർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും അതുപോലെ ഷെയർ ചെയ്യാൻ വിട്ടു പോകരുത്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കിച്ചൺ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതെന്ന് നമ്മളൊന്ന് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം, ബായ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.